നമോ ഭഗവതേ വാസുദേവായ. ദശകം 13, ശ്ലോക 1. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജജങ്കാപരിമിതേ ഭവദ്ഭക്താകാഗത്വാ കപടപടുദീഹി നാരദമുനിഃ ശനൈഃ ഊജേ നന്ദൻ ധനുജൻ അഭിനിന്ദം തവ ബലം. ഈ ദശകത്തിൽ ഹിരണ്യാക്ഷന്റെ വധത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. ഈ ശ്ലോകത്തിൽ എന്തൊക്കെ ആണ് വാക്കിന്റെ അർത്ഥമെന്ന് കാണാം. ഹിരണ്യാക്ഷന്റെ താവത് അപ്പോയേക്കും വരദ ഭഗവാന്റെ ഭവത് ഭഗവാനെ മാത്രം അന്വേഷണപരം തിരഞ്ഞു നടക്കുന്ന ചരന്തം ഓടിപ്പാഞ്ഞ് സാംവർത്തെ പ്രളയജലത്തിൽ പയസി നടന്നുകൊണ്ട് നിജ തൻ്റെ ജങ്ക കണൻകാലോളം പരിമിതേ മാത്രം വെള്ളമെത്തുന്ന ഭവത് ഭഗവാന്റെ ഭക്താഹ ഭക്തനും ഗത്വ അടുത്തു ചെന്ന് കപട കാപട്യം പടുതീഹി മിടുക്കുള്ള ബുദ്ധിയോടുകൂടിയവനും നാരദൻ മുനിഹി മഹർഷി ശനൈഹി പതുക്കെ ഊജെ പറഞ്ഞു നന്ദൻ പുകഴ്ത്തി ധനുജൻ അസുരൻ അപി അപ്പോൾ നിന്ദം താഴ്ത്തി തവ ഭഗവാന്റെ ബലത്തെ. ഈ ശ്ലോകത്തിൽ ഹിരണ്യാക്ഷൻ അങ്ങനെ ഭഗവാനെ തേടി തിരഞ്ഞു നടക്കുന്ന സമയം എവിടെ? പ്രളയജലത്തിൽ. അപ്പോൾ ആ പ്രളയജലത്തിൽ ഓടിപ്പാഞ്ഞു നടക്കുന്ന ആ തൻ്റെ കണൻകാലോളം മാത്രം വെള്ളം വന്ന് നിൽക്കുന്ന ആ ഹിരണ്യാക്ഷനോട് ഭഗവാന്റെ ഭക്തനും കാപട്യത് മാത്രം മിടുക്കുള്ള ബുദ്ധിയോടു കൂടിയവനുമായിട്ടുള്ള നാരദ മഹർഷി അടുത്ത് ചെല്ലുകയും ആ അസുരനെ പുകഴ്ത്തി പറയുകയും ഭഗവാന്റെ ബലത്തെ കുറച്ച് താഴ്ത്തി പറയുകയും അത് ആ ഹിരണ്യാക്ഷന് മാത്രം കേൾക്കുന്ന രീതിയിൽ ഒരുമാതിരി കളിയാക്കുന്ന രീതിയിൽ പതുക്കെ പറയുകയും ചെയ്തു നാരദമുനി. ഹിരണ്യാക്ഷം താവത് വരദ ഭവദന്വേഷണ പരം ചരന്തം സാംവർത്തേ പയസി നിജജങ്കാപരിമിതേ ഭവദ്ഭക്തോ ഗത്വാ കപടപടുധീർനാരദമുനിഃ ശനൈരൂചേ നന്ദൻ ധനുജം അഭിനിന്ദം തവ ബലം. ശ്രീഹരേ നമഃ ശ്രീഹരേ നമഃ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. താങ്ക് യു.